ഹലോ കൂട്ടുകാരെ, ഇതേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലപോലെ പഴുത്തു. ഞാൻ ഇതിൻ്റെ വീഡിയോസ് പലത് ഇട്ടിട്ടുണ്ടായിരുന്നു. പൂവായതും കായായതും 15 ദിവസം കഴിഞ്ഞതും ഒക്കെ ആയിട്ട്. പിന്നെ പഴുക്കാൻ തുടങ്ങിയതും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ലപോലെ പഴുത്തു. നമുക്ക് ഇന്ന് ഇത് പറിക്കാം. ഞങ്ങൾ ഇത് കൊരട്ടിയിലുള്ള നഴ്സറിയിൽ നിന്നാണ് മേടിച്ചിരുന്നത്. ഇത് മേടിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു നല്ല മധുരമുള്ളതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിത് കൊണ്ടുവച്ചിട്ട് ഞങ്ങളുടെ നോട്ടക്കൂടുതൽ കൊണ്ടായിരിക്കാം 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് കായ്ച്ച് കിട്ടിയത് കേട്ടോ. കായ്ച്ചിട്ട് ഒരു 5-8 പൂക്കളുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ പൂവിന് അത് ചുവന്ന പൂവും പച്ച പൂവും ഉണ്ട് ഇതിൽ. ഈ ചുവന്ന പൂവ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പച്ച കളറുള്ള പൂവാണ് ഇത് കായാകാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 5-8 പൂവുണ്ടായതിനകത്ത് ഈ 3 കായായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ചുവന്ന പൂക്കളായിരുന്നു, അതെല്ലാം കരിഞ്ഞു പോയി. ഏതായാലും നല്ല മധുരം ഉണ്ടെന്നായിരുന്നു നഴ്സറിക്കാർ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഇത് പറിച്ച് എടുത്തു. ഇനി ഇതൊന്ന് ആദ്യത്തെ കായായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആകാംക്ഷയോടെ ആയിരുന്നു കേട്ടോ ഇതിന് മധുരം ഉണ്ടാവുമെന്ന്. കാരണം ഞങ്ങൾ നേരത്തെ ഒരു കടകളിൽ നിന്ന് മേടിച്ചിരുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനൊന്നും മധുരം ഉണ്ടായിരുന്നില്ല. അപ്പം പിള്ളേർക്ക് കുറേ ഇഷ്ടപ്പെടാതെയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിന് മധുരം ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് പല സ്റ്റൈലിൽ മുറിക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്റ്റൈലൊന്നുമില്ല, ജസ്റ്റ് 2 സൈഡും കട്ട് ചെയ്ത് ഒരു വര വരച്ച് അതിനങ്ങ് തൊലി പൊളിച്ചങ്ങ് എടുക്കുകയായിരുന്നു. ഞാനത് ചുമ്മാ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഏതായാലും ഞങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അധികം വെള്ളച്ചൊവയോ ഒന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അത് മഴ നനയാതെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. ടെറസിലല്ലേ നിൽക്കുന്നത്, മഴ നനയാതെ നിന്നത് കൊണ്ടായിരിക്കാം നല്ല മധുരവും ഉണ്ടായിരുന്നു. എന്നാൽ വെള്ളച്ചൊവയോ ഒട്ടും തന്നെ ഫീൽ ചെയ്തില്ല ഞങ്ങൾക്ക്. ഏതായാലും അവർ പറഞ്ഞതുപോലെ തന്നെ നല്ല മധുരം ഉള്ളതായിരുന്നു. ഇത് ഏത് വെറൈറ്റിയാണ് കറക്റ്റ് അറിയത്തില്ല. മലേഷ്യൻ റെഡ് ആണോ എന്നൊരു സംശയമുണ്ട്, കാരണം അതുപോലത്തെ റെഡ് കളറാണ് കായ്ക്ക്. ഓക്കെ, വീണ്ടും കാണാം.